എൻ്റെ യാത്രകളിൽ എന്നെ അതിശയിപ്പിച്ച, അതായത് കൗതുകം തോന്നിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോളൂ. ഇത് തമിഴ്നാട്ടിൽ ഒരു ഗ്രാമമാണ്. ഇവിടെ വന്നിട്ട് എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ഒരു 10 സെൻറ്റ് 15 സെൻറ്റ് ഭൂമി കാണും. അവിടെ അവർ സ്വന്തമായിട്ട് നെൽകൃഷി അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള കൃഷികൾ ഇവർ ചെയ്യാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷത്തേക്കുള്ള അവർക്ക് വേണ്ടുന്ന അരി അവർക്ക് കിട്ടും. അത് കണ്ടോ, ഒരു പൈപ്പ് ലൈൻ ഇത് കണ്ടോ, ഇതുപോലെ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ കാണും. അത് കുഴൽക്കിണറിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തോ സംവിധാനമായിരിക്കാം. ഇത് കരഭൂമിയാണ്, കണ്ടില്ലേ? നമ്മുടെ അടുത്ത കണക്ക് കുട്ടനാട് മാതിരിയുള്ള ഒരു ഭൂമി പ്രദേശമല്ല, കരഭൂമിയാണ്. പണ്ട് നമ്മുടെ അവിടെ കിഴക്കൻ ഏരിയയിൽ ഇതുപോലെ കരഭൂമികളിൽ കൃഷി ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കട്ടപ്പന, പത്തനംതിട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കരഭൂമിയിൽ കൃഷി ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി നെല്ല് കയറ്റിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ കേരളത്തിലില്ല. ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്ന കൃഷി ഓഫീസർമാർക്ക് ഇത് ജനങ്ങളെ ചെയ്യിച്ചെടുക്കാൻ അവർക്കും താല്പര്യമില്ല. ഇത് നമ്മുടെ നാട്ടിൽ വീണ്ടും കൊണ്ടുവന്നാൽ മാത്രമേ അന്യസംസ്ഥാനത്തിൽ നിന്ന് നമ്മൾ വലിയ വിലയ്ക്ക് വാങ്ങുന്ന, അതിനകത്ത് ഇപ്പോൾ ട്രാൻസ്പോർട്ടിങ് ചാർജൊക്കെ കൂടാൻ പോവുക. റോഡുകളിൽ പുതിയ റോഡുകൾ വന്നു. ആ റോഡുകൾക്കെല്ലാം ടാക്സ് ആകുന്നതനുസരിച്ച് വണ്ടിക്ക് വാടക റേറ്റ് കൂടുന്നതനുസരിച്ച് സാധനത്തിന് വില കൂടും. നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഇനി കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലോട്ടായിത്തീർന്നിരിക്കുക. അതിന് ചെയ്യേണ്ടത് സർക്കാർ മുൻകൈയെടുത്ത് അതിന് ജനങ്ങളെ തയ്യാറാക്കിയെടുക്കണം. ഇത് കണ്ടോ, ഒറ്റ ഈട് കൃഷി ചെയ്താൽ വർഷങ്ങളോളം നിലനിന്ന് നമുക്ക് ആദായം എടുക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ മാവ്. ഇത് കണ്ടോ, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. നമ്മളിതെന്ത് വില കൊടുത്താണ് നമ്മുടെ നാട്ടിൽ വാങ്ങുന്നത്? നമ്മുടെ അവിടെ എന്തുമാത്രം തരിശ് ഭൂമികളാണ് വെറുതെ കിടക്കുന്നത്. ഇതുപോലെയുള്ള പടർന്നു പിടിക്കുന്ന മാവുകൾ നമ്മുടെ നാട്ടിൽ പിടിപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് ആദായം എടുക്കാം. അതിനും ചെയ്യേണ്ടതെന്താ? ഈ സർക്കാർ ഓഫീസർമാർ ജനങ്ങളെ ബോധവൽക്കരണം ചെയ്ത് അവരുടെ തരസായി കിടക്കുന്ന ഭൂമിയിൽ ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ബോധവൽക്കരണം ചെയ്ത് ചെയ്യിക്കാനായിട്ട് അവർ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മുടെ മടിയന്മാരായ മലയാളികൾ അന്യസംസ്ഥാനത്തിൽ നിന്ന് വരുന്ന സാധനം മേടിച്ച് കഴിച്ച് അങ്ങനെ സുഭിക്ഷമായ രീതിയിൽ ഇരിക്കും. പക്ഷെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലെയുള്ള തോട്ടങ്ങളിലൊക്കെ ഇറങ്ങി ഡെയിലി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ മനസ്സിനെന്ത് സന്തോഷവും, നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തിയും നേടാം. ഇതിലൊക്കെ ഫലം ഉണ്ടാകുന്ന ആ മനസ്സിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് വലുതാണ്. അപ്പോൾ മടിയിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ഇതുപോലുള്ള കൃഷി രീതിയിലോട്ടൊക്കെ വാ. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം നമ്മുടെ അവിടെ തരിശായിട്ട് കിടപ്പുണ്ട്. അതിനിപ്പോഴത്തെ യൗവനക്കാരായ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ മതി. ഭൂമിയുള്ളവരത് കൊടുക്കാൻ തയ്യാറാകുക. അങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് സ്ഥലമില്ല. നിങ്ങൾ അത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ നാട്ടിലും പൊന്നു വിളയിച്ചെടുക്കാം.